രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയാണ് തുടങ്ങാൻ പോകുന്നത്. കൊഞ്ച് കിട്ടിയത് നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കൊഞ്ച് തീയലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള ചെറിയ ഉള്ളിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കുന്ന കാണിച്ചില്ലേ, ആ മാവ് കുറച്ച് ബാലൻസ് ഇരുന്ന് അത് വെച്ച് ഇന്നൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. തേങ്ങ വറുക്കാനായിട്ട് ഇരുമ്പേറ്റിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയും ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും ഉലുവയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ പിടിച്ച കറിവേപ്പില അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വറുക്കാം, പിന്നെ പൊടിയിടുന്ന കാണിക്കും. ഇതുപോലെ ഇരുമ്പേറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ മൂത്ത് കിട്ടും. തേങ്ങ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതിനകത്ത് 3-4 വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. അപ്പം മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടിയും വേറെ ഉലുവയും ഇട്ടിട്ടുണ്ട്. വേറെ ഉലുവപ്പൊടിയും കുറച്ചിട്ടാൽ മതി. വേറെ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് മൂപ്പിച്ചാൽ മതി. പൊടി ഒന്ന് മൂക്കുന്നിടം വരെ. കോവയ്ക്ക മെഴുകുവരട്ടാനായിട്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക. തേങ്ങ മൂത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ ഞാനിഞ്ഞ് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്തിരുന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് വെള്ളം തൊടാതെ മിക്സിയുടെ ജാറിനകത്ത് പൊടിച്ചെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. കോവയ്ക്കയില കുറച്ച് ഉപ്പ് ചേർത്ത്, ഞാനൊരു മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടി ഇട്ടാണ് ഇതിലേക്ക് പറ്റുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നല്ലതുപോലെ ഇളക്കി ചേർത്ത് സിമ്മിലാക്കി അടച്ചു വെച്ച് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കുക. ഇനി അടച്ചു വയ്ക്കുക. പിന്നെ പഴുത്ത മാങ്ങയുടെ സീസണൊക്കെ തീരാറായി. കണ്ട മാങ്ങ ഉണ്ട്, നല്ല പഴുത്ത മാങ്ങയായത്, നല്ല മധുരമാണ്. അതുപോലെ ഒട്ടും നാരില്ല. മാങ്ങ കട്ട് ചെയ്തെടുത്തുണ്ട്. ഇത് കണ്ട, ഇതിന് നല്ല കളറുണ്ട്, മധുരം കുറവാണ്. ഇതിന് കളറ് കുറവാണ്, പക്ഷെ ഇതിന് നല്ല മധുരമാണ്. ഒട്ടും നാരില്ല. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങ. നാരില്ലാത്ത മാങ്ങ. നാരുള്ള മാങ്ങയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ തീയനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി കടുക് ഇട്ട് കൊടുക്കുക. കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറിയുടെ ചാറ് മാത്രം എരിവുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിയും പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില, ഉള്ളിയെല്ലാം വാടുമ്പോഴത്തേന് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് പൊടിച്ചുകൊണ്ട് വരാം. തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല എണ്ണയുള്ള തേങ്ങയായിരുന്നു, അതുകൊണ്ട് നല്ല എണ്ണമയം കണ്ട. ഇതാ തീയൽ വയ്ക്കാൻ നല്ലത്. അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കുക. ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി കൊഞ്ചിട്ട് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണ്.
കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. കൊഞ്ചൊന്ന് വാടുമ്പം തക്കാളി ചേർക്കാം. ഒന്ന് വാടി വരും. കൊഞ്ച് വാടിയിട്ടുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൊഞ്ചും എല്ലാം കൂടെ ഒന്ന് വാടട്ടെ. ഉള്ളിയും തക്കാളിയും കൊഞ്ചും എല്ലാം വാടിയിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് പുളിവെള്ളം ഒഴിക്കും. മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് ചൂടുവെള്ളമോടെ ഒഴിച്ചു. അത് 3 തക്കാളിയാണ് ചേർത്തേക്കുന്നത്. തക്കാളിക്ക് അത്യാവശ്യം പുളി കാണും. എന്നാലും ഒരു ശകലം, ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഞാൻ ഇപ്പോൾ പുളി ചേർത്തേക്കുന്നത്. പുളി കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ചേർക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാം. കുറച്ച് വെള്ളമോടെ വേണം. ഇച്ചിരി ചൂടുവെള്ളമോടെ ഒഴിക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. കറി കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നീട്ടിയെടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇവിടെ വലിയ കൂടുതൽ കറി വേണ്ട. അടച്ചു വയ്ക്കാം. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തേക്കുള്ള കൊഞ്ച് തീയൽ റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ഇന്നലത്തെ മീൻ്റെ കറിയും ഉണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പുന്ന കാണാം. നമുക്ക് ചോറ് വിളമ്പാം. കോവയ്ക്ക മെഴുക്ക് വരട്ടി, കൊഞ്ച് തീയൽ. അങ്ങനെ ചോറും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കൊഞ്ച് തീയലും വിളമ്പി എടുത്തിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോയാൽ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.